മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ശ്രീ റസൽ ജോയ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ കുറേ നാളുകളായി ചർച്ചയിലായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ടണൽ നിർമ്മാണത്തിലൂടെ മുല്ലപ്പെരിയാർ ഡാമിനെ സംരക്ഷിക്കാൻ കഴിയുമെന്നൊരു വാദം ഉയരുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഡീകമ്മീഷൻ ഉത്തരവായോ? ഡീകമ്മീഷൻ ഉത്തരവ് വന്നാലല്ലേ പിന്നെ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വരണം. അത് മാത്രം മതിയോ? റെസ്പെക്റ്റീവ് ഗവൺമെൻറ്റ്സിൻ്റെ ഡിസിഷൻ വേണ്ടേ? കേരളവും തമിഴ്നാടും കേന്ദ്ര സർക്കാരും കൂടി ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ തീരുമാനമെടുത്താലാണ് പിന്നെ സൊല്യൂഷൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോഴേ സൊല്യൂഷൻ പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് ചെറിയ ഗവൺമെൻറ്റ്സ് അല്ല, കേന്ദ്ര സർക്കാർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചെറിയൊരു സംഭവമാണോ ഈ ആളുകൾ വിചാരിക്കണ പോലെ? അവർക്കറിയാം തമിഴ്നാടിന് എങ്ങനെ വെള്ളം കൊടുക്കണമെന്ന്. അതിനുള്ള എക്സ്പേർട്സ് ഇന്ത്യയിലില്ലെങ്കിൽ അവർ പുറത്തു നിന്ന് വിളിച്ചുകൊണ്ടുവരും. എങ്ങനെ 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വെള്ളം കൊടുക്കാനുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്ത് അസംബന്ധമാണ്, എന്ത് വിഡ്ഢിത്തരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ആരോ ഉണ്ട് ഇങ്ങനെ ഒരു ചർച്ച. മെയിൻ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വിഷയം കൊണ്ടുപോകണം. അപ്പോൾ ആരോ ഇതിൻ്റെ പുറകിൽ നിന്ന് അങ്ങനെയുള്ള ഒരു കളി കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ല, കേന്ദ്രത്തിനും സുപ്രീം കോടതിക്കുമെല്ലാം കേരളവും തമിഴ്നാടും തുല്യ പ്രാധാന്യമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഫേവർ ചെയ്തുകൊണ്ട് ഈ രണ്ടുപേരും തീരുമാനമെടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിൽ ഫേവറേറ്റിസത്തിൻ്റെ പ്രശ്നമില്ല. നമുക്ക് എക്സസ് വെള്ളമുണ്ട്. ഈ എക്സസ് വെള്ളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ റിസോഴ്സാണ്. അതിൽ നിന്ന് ധാരാളം പണം ഉണ്ടാക്കാൻ കേരളത്തിന് സാധിക്കും. ഇവിടെ പെട്രോൾ ഇല്ലല്ലോ, ഇവിടെ ഉള്ളത് ജീവജലമാണ്. ആ ജീവജലത്തിൽ നിന്ന് ധാരാളം പണം സമ്പാദിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കും. തമിഴ്നാടിന് ആവശ്യമുണ്ട്. തമിഴ്നാടിന് മാത്രമാണോ ഇന്ത്യയിൽ വെള്ളം ആവശ്യമുള്ളത്? അല്ല, കേരളത്തിന് തമിഴ്നാടിനല്ലേ കൊടുക്കാൻ കഴിയുന്നത്? അല്ലല്ല, ഒരു ദേശീയ ജലനയം വേണം, ഒരു നാഷണൽ വാട്ടർ പോളിസി വേണം. ഇപ്പം കേരളത്തിൻ്റെ ഈ സമ്പത്ത് ഇന്ത്യക്ക് ഗുണമാവണം, അല്ലാണ്ട് തമിഴ്നാടിന് മാത്രം ഗുണമാവേണ്ടതല്ല. നമുക്ക് അതിന് മാത്രം വെള്ളമുണ്ട്. തമിഴ്നാടിന് ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാടിൽ എങ്ങനെയാണ് കൃഷി ചെയ്യണത്? വെള്ളം അടിച്ച് വറ്റിച്ചിട്ടാണ് കൃഷി ചെയ്യണത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു മഴ പെയ്താൽ പോലും ആലപ്പുഴ ജില്ല വെള്ളക്കെട്ടിലാവും. ഈ വെള്ളം നമുക്ക് എങ്ങനെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റും? നമ്മളിവിടെ വെള്ളം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് ആലപ്പുഴ. ഈ വെള്ളം എങ്ങനെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റും? അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ദുരിതവും തീരും, തമിഴ്നാടിന് വെള്ളവും കിട്ടും. അതിനെന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ എന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ കുഴലുണ്ടാക്കണ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. കുഴലുണ്ടാക്കിക്കോട്ടെ. ഈ വേമ്പനാട്ട് കായലിലെ വെള്ളം ഉപ്പില്ലാത്തടത്തുനിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അതിനൊക്കെ സയൻസ് ഡെവലപ്ഡാണ്. ഇപ്പോൾ ഈ അടുത്തിടെ ഒരു എഞ്ചിനീയർ പറഞ്ഞു, അതായത് റാന്നി, ഇനിയിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ശബരിമല നമ്മുടെയൊക്കെ വിചാരം ഉയരത്തിലുള്ള സ്ഥലമാണെന്നാണ്, കൊച്ചി താഴെയുള്ള സ്ഥലമാണെന്നാണ്. പക്ഷെ ഭൂമി ഉരുണ്ടതാണ്. നമ്മൾ ദൂരേക്ക് നോക്കിയാൽ കടപ്പുറത്ത് നിന്ന് ദൂരേക്ക് നോക്കിയാൽ കപ്പൽ ഏതോ ഒരു കുഴിയിൽ നിന്ന് കയറി വരുന്ന പോലെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഭൂമി കടലിലൊരു കർവേച്ചറുണ്ട്, അതിലൂടെ ഇങ്ങനെ കയറി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം കഴിഞ്ഞ 2018 പ്രളയകാലത്ത് റാന്നിയിൽ വെള്ളം പൊങ്ങി, കൊച്ചിയിൽ പൊങ്ങിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഈ പുഴയിലും കടലിലുള്ള പോലെ കർവേച്ചർ ഉണ്ടെന്നും റാന്നി ആ കർവേച്ചർ പ്രകാരം കൊച്ചിയേക്കാൾ താഴ്ന്ന സ്ഥലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വേമ്പനാട്ട് കായലിൽ നിന്ന് ഇലക്ട്രിസിറ്റി പോലും വേണ്ട, ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായമാണ്. ഞാൻ ഏറ്റവും വയബിളായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയണേ. ഇലക്ട്രിസിറ്റി പോലും വേണ്ട, അന്തരീക്ഷ മർദ്ദം ഉപയോഗിച്ച് വെള്ളം എത്തിക്കാൻ പറ്റും തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാടിന് മതിയാവുന്ന വെള്ളം കൊടുത്തിട്ട് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇപ്പോൾ ഈ വെള്ളം ചെന്നൈയിലെത്തിയെന്ന് വിചാരിക്കുക. ചെന്നൈയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് 1 കിലോമീറ്റർ പൊക്കത്തിലെത്തും. അവിടുന്ന് താഴേക്ക് പൈപ്പ് വഴി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ പോകുന്ന വഴിക്ക് പലയിടത്തും അതുപോലെ പൈപ്പ്സ് ഉണ്ടാക്കിയിട്ട്, മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.
കേരളം ഡെഫിസിറ്റ് സ്റ്റേറ്റ് ആണ്, നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഈ ഒരു പ്രോസസ്സിലൂടെ കിട്ടുമെന്നാണ് ആ സയൻറ്റിസ്റ്റ് പറഞ്ഞത്. അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. എത്രയോ മാർഗങ്ങളുണ്ട്. തമിഴ്നാടിന് ഈ ഉയരത്തിൽ നിന്ന് വെള്ളം കൊടുക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിക്കുക. ഇപ്പം ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇന്ത്യയിൽ വരുന്നു, പൈപ്പിട്ടുകൊണ്ടിരിക്കുന്നു. ആലുവപ്പുഴയിൽ നിന്ന് പൈപ്പിട്ട് തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാനാണ് എന്തെങ്കിലും പാടുണ്ടോ? അപ്പോൾ സൊല്യൂഷൻ എപ്പോഴാണ് വേണ്ടത്? തീരുമാനം വരുമ്പോൾ. അല്ലാണ്ട് ഇപ്പോൾ ടണലുണ്ടാക്കണം, ഇപ്പോൾ കുഴലുണ്ടാക്കണം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ഡീകമ്മീഷൻ തീരുമാനം സുപ്രീം കോടതിയിൽ വരണം. സുപ്രീം കോടതിയിൽ വന്നാൽ മാത്രം പോരാ, 3 ഗവൺമെൻറ്റുകളും ആ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തണം. അപ്പോഴാണ് ഒരു ഡീകമ്മീഷൻ പ്രോസസ്സ് ആരംഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രോസസ്സ് വരുമ്പോഴാണ് എങ്ങനെ തമിഴ്നാടിന് വെള്ളം കൊടുക്കാം എന്നുള്ള ചിന്ത വരെ വരാൻ പാടുള്ളൂ. ഇപ്പം ഇതൊന്നും നടക്കുന്നതിന് മുമ്പ് ടണൽ വെച്ച് അങ്ങോട്ട് കൊടുക്കാന്നൊക്കെ പറയുന്നത് അശുദ്ധ അസംബന്ധമാണ്. വിദഗ്ധ സമിതികൾ പഠിച്ചിട്ടല്ലേ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നത്? ഏത് വിദഗ്ധ? ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് അത് ഉറപ്പുണ്ട് എന്ന് പറയുന്നവർ വാദിക്കുന്നത് ജസ്റ്റിസ് KT തോമസിന്റെ വാദങ്ങൾ, അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് റെഫർ ചെയ്തിട്ടാണ് ആ ഒരു വാദം ഉന്നയിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അല്ല, ജസ്റ്റിസ് KT തോമസിന് മുമ്പ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാൻ ഇത് പറഞ്ഞായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മുല്ലപ്പെരിയാർ സമരം കൊടുമ്പിരി കൊണ്ട് കേരളം അത് ഏറ്റെടുത്ത് സമരം ഏകദേശം വിജയിച്ചു എന്നുള്ള നിലയിലെത്തി. പ്രധാനമന്ത്രി ചെന്നൈയിലെത്തിയെന്ന് മൻമോഹൻ സിംഗ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും അങ്ങോട്ട് വിളിപ്പിച്ചു. ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഇദ്ദേഹം ഒരു വലിയ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പുതിയ ഡാം വേണ്ട. അന്ന് വരെ പുതിയ ഡാം പുതിയ കരാർ എന്ന് പറഞ്ഞാണ് സമരം. അപ്പോൾ അത്രയും ഇത് വേറ്റുവിളിച്ച ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് അവസാന നിമിഷം ടണൽ മതി എന്ന് പറയാണ്. അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഉദ്ദേശം? വെറുതെ അങ്ങനെ ഒരു അഭിപ്രായം മാറ്റൽ മാത്രമാണോ അത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഉന്നതനായ ഒരു നേതാവ് ഇത്രയും ജനങ്ങളെ കേരളത്തിൽ മുഴുവനും ഈ ഒരു സമരവുമായി ഒരു മുദ്രാവാക്യമായി ഇളക്കി വിട്ടിട്ട്, പുതിയ ഡാം പുതിയ കരാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യമായി ഇളക്കി വിട്ടിട്ട് ആ അവസാന നിമിഷം വേറൊരു ഐഡിയ ആയിട്ട്, അതും ആ സമരസമിതിയോട് ആലോചിച്ചില്ല. അദ്ദേഹം നേതൃത്വം വഹിച്ച സമരസമിതി ഉണ്ടല്ലോ, ആ സമരസമിതിയോട് പോലും ആലോചിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അവരോട് ആലോചിക്കാണ്ട് എല്ലാ പത്രക്കാരെ വിളിച്ചിട്ട് ഒരു പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ആ സിദ്ധാന്തത്തിൻ്റെ ശാസ്ത്രീയ വശം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സയൻറ്റിസ്റ്റും ഇന്നുവരെ പ്രതികരിച്ചതായിട്ട് എനിക്കറിവില്ല. ഒരു എക്സ്പേർട്ട്, ഒരു ഡാം എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഇവർ എല്ലാവരും വെച്ചിരിക്കുന്നത് കേവലം സിവിൽ എഞ്ചിനീയറിംഗ് ആണെന്നാണ്. അല്ല, അതിൽ സീസ്മോളജിസ്റ്റുകളുണ്ട്, ഹൈഡ്രോളജിസ്റ്റുകൾ നിർബന്ധമായി ഉണ്ടാവണം, വേറെ ശാസ്ത്ര ശാഖകൾ പഠിച്ചവരും വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം. അത്തരമൊരു ബോഡി പറയട്ടെ, അത്തരം ഒരു ബോഡി പറയട്ടെ, ഇങ്ങനെ കുഴൽ വെച്ച് കൊണ്ടുപോകാന്നുള്ളത് പറയട്ടെ. അവിടുത്തെ ജിയോഗ്രഫി പഠിക്കണം, മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നതിൻ്റെ ആ ഏരിയയിലെ ജിയോഗ്രഫി പഠിക്കണം, പിന്നെ പാറകളുടെ ഘടന പഠിക്കണം, പിന്നെ ഇത് തമിഴ്നാട് ആക്സെപ്റ്റ് ചെയ്യുമെന്നും കൂടി മനസ്സിലാക്കണം. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് തമിഴ്നാട് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയോ? ഇതേ ആശയം തന്നെ പ്രീത പറഞ്ഞ ജസ്റ്റിസ് KT തോമസ് അംഗമായ എംപവേർഡ് കമ്മിറ്റി, ഉന്നതാധികാര സമിതി, ആ ഉന്നതാധികാര സമിതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ ഇതുണ്ട്, ഈ ടണൽ സിദ്ധാന്തം ഉണ്ട്. അപ്പം നമ്മൾ ഈ ജസ്റ്റിസ് KT തോമസ് ആരാണെന്നും കൂടി അപ്പോൾ ചിന്തിക്കണം. അതിന് വ്യക്തമായിട്ട് അന്നത്തെ ഇറിഗേഷൻ മിനിസ്റ്റർ ശ്രീ NK പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നുള്ളത് പ്രീതയ്ക്ക് അറിയായിരിക്കും. എന്താ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഒത്തിരി കാലങ്ങൾക്ക് മുമ്പുള്ള കഥകളാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജസ്റ്റിസ് KT തോമസ് കേരളത്തിൻ്റെ പ്രതിനിധിയായാണ് എംപവേർഡ് കമ്മിറ്റിയിൽ ഉള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ജസ്റ്റിസ് KT തോമസ് മറുപടി പറഞ്ഞത്, ഞാൻ ആരുടെയും പ്രതിനിധിയല്ല, ഞാൻ എംപവേർഡ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ മുന്നിൽ കേരളം തമിഴ്നാട് എന്ന വേർതിരിവില്ല, അതുകൊണ്ടല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്.
അല്ല, സുപ്രീം കോടതിയുടെ മുമ്പിൽ ഞങ്ങളും പോയി വാദിക്കുന്നതാണ്. ഞങ്ങൾ ഏത് കക്ഷിക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് ആ കക്ഷിയുടെ അഡ്വക്കേറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം പ്രീതയ്ക്ക് വേണ്ടിയാണ് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാകുന്നതെങ്കിൽ പ്രീതയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കണം. എൻ്റെ ജോലി അതാണ്. എൻ്റെ ജോലി എന്താണ്? ടു ഹെൽപ്പ് ദ ജുഡീഷ്യറി ടു എസ്റ്റാബ്ലിഷ് ജസ്റ്റിസ്. അത് ഞാൻ ചെയ്യണം. അപ്പോൾ ഈ ഡീകമ്മീഷൻ ചെയ്യണ്ട എന്ന് വാദിക്കുന്നവരുടെ ലക്ഷ്യം എന്തായിരിക്കും? അതാണ് ഈ 999 ഇയേഴ്സ് ഉള്ള കരാറ് നിലനിർത്തണം. അതായിരിക്കും. ഞാൻ എംപവേർഡ് കമ്മിറ്റിയുടെ ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലേക്ക് വരുമായിരുന്നു. അപ്പം ഞാനതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. അപ്പം എല്ലാവരും പറയുന്നത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ ടണൽ സിദ്ധാന്തം ഉണ്ടെന്നാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായി കേരളത്തിലെ ജനങ്ങളെ നോക്കേണ്ടി വരും. ഇത്ര വിവരമില്ലാത്ത ആൾക്കാരാണോ ഈ നാട്ടിലുള്ളതെന്ന് ചിന്തിക്കേണ്ടി വരും. അതായത് ഒരു ജഡ്ജ്മെൻ്റ് ഒരു കോടതി എഴുതുമ്പോൾ ആ എഴുതാനുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില അഭിപ്രായങ്ങൾ പറയും. അതിന് ലീഗലി പറയുന്നത് ഓബിറ്റർ ഡിക്റ്റ എന്നാണ്. അതായത് ഒരു ഫൈനൽ ഉത്തരവിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചർച്ച, ഒരു ഡിസ്കഷൻ, അതിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതിനാണ് ഓബിറ്റർ ഡിക്റ്റ. ഈ ഓബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നതിന് യാതൊരു ബൈൻഡിങ് ഫോഴ്സും ഇല്ല. ഡിക്റ്റം, അതിനാണ് ബൈൻഡിങ് ഫോഴ്സ് ഉള്ളത്. സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റിൽ എംപവേർഡ് കമ്മിറ്റി ആണ് ഈ ടണൽ സിദ്ധാന്തം കൊണ്ടുവന്നത്. അപ്പോൾ ഈ എംപവേർഡ് കമ്മിറ്റിയിൽ ആരാ ഉള്ളത്? ജസ്റ്റിസ് കെ ടി തോമസ് ആണ്. അപ്പോൾ ഈ ടണൽ സിദ്ധാന്തം സുപ്രീം കോടതിയിൽ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നിരിക്കും. അതിൻ്റെ പുറകിൽ എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. അത് എനിക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം എന്താ ചിന്തിച്ചതെന്ന്. കാരണം അത് കേരളത്തിലെ ജനം എന്തുകൊണ്ടാണ് ജസ്റ്റിസ് കെ ടി തോമസ് അംഗമായ എംപവേർഡ് കമ്മിറ്റി ഇത്തരമൊരു നിർദ്ദേശം സുപ്രീം കോടതിയിലേക്ക് കൊടുത്തു, അത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ സുപ്രീം കോടതി ഇത് ആക്സെപ്റ്റ് ചെയ്തില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് കിടക്കണം സുപ്രീം കോടതി അത് ആക്സെപ്റ്റ് ചെയ്തു എന്നാണ്. സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? ഇത്തരമൊരു നിർദ്ദേശം എംപവേർഡ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം ലോകത്തിലെ എക്സ്പേർട്സ് പഠിച്ചിട്ട് അത് വയബിൾ ആണെങ്കിൽ സ്വീകരിക്കാം. അതിന് 1 വർഷത്തെ സമയവും കൊടുത്തു. അതായത് 2014 ജഡ്ജ്മെൻറ്റ് 2015 ആയപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞ് ഈ പറഞ്ഞ ടണൽ സിദ്ധാന്തം പ്രായോഗികമാണോ അല്ലയോ എന്ന് പഠിച്ച് വേണ്ടത് ചെയ്യാൻ പറഞ്ഞ ആ ഒരു നിർദ്ദേശം, ഉത്തരവല്ല നിർദ്ദേശം, ആ നിർദ്ദേശത്തിൻ്റെ കാലാവധി 2015 കഴിഞ്ഞു. തമിഴ്നാട് തിരിഞ്ഞു പോലും നോക്കിയില്ല ആ നിർദ്ദേശത്തെ. അവർക്കത് സ്വീകാര്യമാണെങ്കിൽ അവർ ചാടി വീഴില്ലേ? അവർക്കെന്താ പ്രശ്നം? അത് സ്വീകാര്യമല്ല. അവർക്ക് സ്വീകാര്യമല്ലാത്തതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത്, ഈ തമിഴ്നാടിന് എപ്പോഴും വെള്ളം ആവശ്യമില്ല. നമ്മളെയൊക്കെ ധരിപ്പിച്ചിരിക്കുന്നത് 5 ജില്ല വരണ്ടുണങ്ങി കിടക്കുന്നതെന്നാണ്. ഒന്നുമല്ല. ഈ 5 ജില്ലകളിലും ഒരു ജില്ല ഒഴിച്ച്, ഒരു ഇച്ചിരി കുറവേ ഉള്ളൂ, ഒരു ജില്ല ഒഴിച്ച് നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. അവർക്ക് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊന്നും വെള്ളം ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് സ്റ്റോർ ചെയ്യുന്നു. മുകളിൽ ഒരു സ്റ്റോറേജ് ടാങ്കാണ് വേണ്ടത്. അതാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് അവർക്ക് വെള്ളം ആവശ്യമുള്ളത്. അപ്പോൾ മാക്സിമം വെള്ളം, അതാണ് അവർ 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തണമെന്ന് പറയുന്നത്. 152 അടിയോളം ജലനിരപ്പ് ഉയർത്തി വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഏപ്രിൽ മാസത്തിലേ അവർക്ക് ആവശ്യമുള്ളൂ. അപ്പോഴാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവർ പറയണത് എന്താണ്? അതിന് മുമ്പേ കൊണ്ടുചെന്ന് അവിടെ സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാക്കണമെന്ന്. തേനിയിലെ മണ്ണും പ്രകൃതിയും നാട്ടുകാർക്ക് അറിയാവോ? ഈ വേറൊരു മുല്ലപ്പെരിയാർ അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കുക, അതിന് എത്ര ഏക്കർ സ്ഥലം വേണം? അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഒരു ഡിസേർട്ട് പോലെയാണ് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളും. വെള്ളം വന്നാൽ അങ്ങോട്ട് താഴേക്ക് വലിഞ്ഞു പോകും. അപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തോന്ന്. അവർ ചെറിയ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ താഴേക്ക് വെള്ളം വലിഞ്ഞ് പോകാതെ അടിയെല്ലാം നന്നായി കോൺക്രീറ്റ് ചെയ്ത് ചെറുത്, അത് പോസിബിളാണ്. അല്ലാണ്ട് വേറൊരു മുല്ലപ്പെരിയാർ കൊണ്ടുപോയി അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. അത് തമിഴ്നാട് അംഗീകരിക്കില്ല. നമ്മൾ തമിഴ്നാടിനോട് അങ്ങനത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാവും. ചെയ്യാൻ പറ്റാത്ത കാര്യം അവരെങ്ങനെ ചെയ്യുന്നത്? പിന്നെ മാത്രമല്ല, ഈ
റിസർവോയർ ഏരിയ ഇവർ വിചാരിച്ചിരിക്കുന്ന റിസർവോയർ ഏരിയ ഒരു ഫ്ലാറ്റ് സർഫസ് ആണെന്നാണ്. അല്ല, റിസർവോയർ ഏരിയ എന്ന് പറയുന്നത് കുന്നും കുഴിയുമാണ്. ഒരു ടണൽ വെച്ചാൽ ഒരു കുഴിയിലെ വെള്ളം അങ്ങോട്ട് പോകും. അങ്ങനെ എത്ര ടണൽ വെക്കേണ്ടി വരും? മാത്രമല്ല 50 അടിക്ക് കൊണ്ടുപോയി ടണൽ വെക്കണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിന് മുകളിലുള്ള ചെളി എന്ത് ചെയ്യും? 130 വർഷത്തെ സിൽട്ടുണ്ട്. 130 വർഷത്തെ സിൽട്ട് എവിടെ കൊണ്ടുപോയി ഇടും? തേനിയിലിടാൻ അവിടുത്തെ കർഷകർ ഏതായാലും സമ്മതിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ആസിഡാണ്. ഇത് കഴിഞ്ഞ 2018 പ്രളയകാലത്ത് ആലുവയിലെത്തിയപ്പോൾ റബ്ബർ മരങ്ങളും വാഴ, തെങ്ങ് വരെ ഉണങ്ങിപ്പോയി. ആസിഡാണത്. അത് തേനി ഡിസ്ട്രിക്റ്റിലേക്ക് കടത്താനായിട്ട് അവിടുത്തെ കർഷകർ സമ്മതിക്കത്തില്ല. ഫോറസ്റ്റിലിടാൻ പറ്റും. ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ നിയമങ്ങളുണ്ട്. അവിടെയും പറ്റില്ല. പിന്നെ ഇത് എവിടെ കൊണ്ടുപോയി ഇടും? അതൊക്കെ ചിന്തിക്കേണ്ട. വെറുതെ ഇരുന്നുകൊണ്ട് ഒരു പ്രധാന പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോയൊക്കെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ആൾക്കാർ പറയണം കേട്ടുകൊണ്ട് കുറേ ആളുകൾ, കുറേ വിഡ്ഢികൾ ഈ ടണലും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് നാട്ടിൽ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സുപ്രീം കോടതി, എല്ലാവരും മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതി അങ്ങനെ ഒരു ഉത്തരവ് ഇട്ടിട്ടില്ല. ഒരു നിർദ്ദേശം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ നിർദ്ദേശം ഇപ്പം ഇല്ല. കാരണം 2015 ആ നിർദ്ദേശം അവസാനിച്ചു.